നിങ്ങൾ എന്തിനാ ഈ കുട്ടികൾക്ക് മാമോദീസ കൊടുക്കുന്നത്? അവര് വിശ്വസിച്ചില്ലല്ലോ. അപ്പൊ നമ്മൾ പറയാണ് സഭ വിശ്വസിച്ചു. അതെങ്ങനെയാണ് സഭയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്? അതിനാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അങ്ങനെ ആരെങ്കിലും മറ്റൊരാൾ വിശ്വസിച്ചതിന്റെ പേരിൽ വേറൊരാളുടെ മേൽ ദൈവകൃപ വന്നതായി ബൈബിളിലുണ്ടോ? എവിടെയാണുള്ളത്? 4 പേർ ചേർന്ന് ഒരു തളർവാദ രോഗിയെ യേശുവിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. തളർവാദ രോഗിയുടെ വിശ്വാസം കണ്ടിട്ടല്ല, കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കും. അപ്പോൾ മറ്റൊരാളുടെ വിശ്വാസം കൊണ്ട് ഇവിടെ വേറൊരാളുടെ മേൽ ദൈവകൃപ വന്നു. കണ്ടോ? ഞാൻ പറയുന്നത്, ഈ ദേശത്ത് അനേകർക്ക് കൃപയില്ല, എന്നാൽ ഒത്തിരി പേർക്ക് കൃപയുണ്ട്. കൃപയില്ലാത്തവർക്ക് വേണ്ടി അവരെന്തായാലും പ്രാർത്ഥിക്കാൻ പോണില്ല. ആര് പ്രാർത്ഥിക്കും? ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകണം. ഈ പ്രാർത്ഥന കൊണ്ട് നിങ്ങൾ നോക്കിക്കൊള്ളുക, ഒരിക്കലും മാനസാന്തരം വരില്ല എന്ന് പറഞ്ഞ് എഴുതിത്തള്ളിയ ജീവിതങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ വന്ന് നിൽക്കും. ഇത് ഉറപ്പാണ്. അപ്പൊ ഇത് നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം നമ്മൾ കർത്താവിന്റെ വചനം വിശ്വസിച്ചു. കർത്താവ് പറഞ്ഞു, ഇതാ നിങ്ങൾക്ക് കൃപയില്ലാത്തവർക്ക് വേണ്ടി നിങ്ങൾ വിശ്വസിച്ചാൽ മതി, അവർക്ക് കൃപ കിട്ടും. നമ്മൾ പറയാണ്, ഇതാ ഞങ്ങൾ ഈ ദേശത്ത് അനേകായിരം ചെറുപ്പക്കാർക്ക് വിശ്വാസം ഇല്ല, വേണ്ട, അവർക്ക് വിശ്വാസം വേണ്ട, അവര് വിശ്വസിക്കുന്നില്ല, വേണ്ട, ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ആർക്ക് വേണ്ടി? അവർക്ക് വേണ്ടി. അപ്പോൾ ഈ രാത്രിയിൽ അവരുടെ മേൽ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വരും. നിങ്ങൾ നോക്കി നിൽക്കുക, നിങ്ങളുടെ മക്കൾക്ക് മാറ്റം വരും. നിങ്ങൾ നോക്കി നിൽക്കുക, നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് മാറ്റം വരും. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അത് നടക്കും. നിങ്ങൾ നോക്കി, നിങ്ങളുടെ മക്കൾ മാറും. നമ്മൾ ഒന്നും ചെയ്യണ്ട, നമ്മൾ അതിന് ഒരു മലയിൽ കയറേണ്ട മക്കളെ. നിങ്ങൾ ഇതങ്ങ് വിശ്വസിക്കുക. അതുകൊണ്ട് അവരുടെ മേലെല്ലാം കൃപ ഇറങ്ങി വരണം. ഇപ്പൊ നിങ്ങളിങ്ങനെ കരങ്ങളിൽ നിന്ന് ഉയർത്താൻ പോകുന്ന സമയത്ത് ദൈവത്തിന്റെ കൃപ ഒഴുകി ഇറങ്ങാൻ പോവാണ്. നിങ്ങളത് വിശ്വസിക്കുന്നോ? വിശ്വസിക്കുന്നു. നമ്മൾ പ്രാർത്ഥിച്ച് സാത്താൻ നിശ്ചയമായും നരകത്തിൽ കൊണ്ടുപോകുമെന്ന് ഉറപ്പിച്ചിരിക്കുന്ന 10,000-ങ്ങളെ നാശത്തിയിൽ നിന്ന് പിടിച്ച് പൊക്കാൻ പോവാണ്. ഒരാൾ ഇങ്ങനെ കുഴിയിൽ മുങ്ങി താഴെ ഒരു വിരല് മാത്രമേ ഉള്ളൂ. അന്നേരമാണ് നിങ്ങളെല്ലാം മറന്ന് അയാളെ പൊക്കിയെടുക്കാൻ പോവാണ്. പൊക്കിയെടുക്കുന്ന സമയത്ത് വേറെ ഒന്നും നോക്കരുത്. അന്നേരം നിങ്ങൾ ഫോൺ വന്നാൽ എടുക്കുവോ? എടുക്കില്ല. അന്നേരം നിങ്ങൾ ആരാണ് മെസ്സേജ് അയച്ചത് നോക്കുവോ? നോക്കില്ല. അപ്പൊ ഇത് അതുപോലൊരു പരിശ്രമമാണ് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത്. നശിച്ചങ്ങേയറ്റം പോയിരിക്കുന്ന ജീവിതങ്ങളെ പ്രാർത്ഥിച്ച് വിശ്വാസം കൊണ്ട് നമ്മൾ പൊക്കിയെടുക്കാൻ പോവാണ്.